എനിക്ക് അത്രയും പ്രശ്നമുണ്ട്, സോ എനിക്ക് വീണ്ടും വീണ്ടും മരുന്ന് തരൂ എന്നുള്ള രീതി. ആദ്യം നമ്മൾ ചോദിച്ചു നിങ്ങൾ ഏതാണ് ഇതിൽ, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും, നിങ്ങൾ ഇതിൽ ഏതാ സെലക്ട് ചെയ്യുന്നത്, ദെൻ എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്, വീണ്ടും ചോദിക്കുന്നു ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, നാലാമത് ചോദിക്കുന്നു ഇത് അത്രയ്ക്ക് പ്രശ്നമുള്ള ഒരു കാര്യമാണോ. ചോദ്യങ്ങൾ രണ്ടും രണ്ട് രീതിയാണ്, രണ്ട് ആൻസർ ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതില്ല എങ്കിൽ, നമ്മളുടെ കയ്യിൽ ഈ ഓപ്പർച്യൂണിറ്റി ഇല്ല എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ, സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആണ്, നമ്മളുടെ ഈ പ്രൊജക്റ്റിലൂടെ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുന്ന ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊജക്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? സപ്പോസ് ഈ പ്രൊജക്ട് കൂടെ ഇല്ല എങ്കിൽ, ഇങ്ങനെ പറയണം, ഈ പ്രൊജക്ട് കൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യുമായിരുന്നു? അപ്പൊ അദ്ദേഹം പറയും, ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ കയ്യിൽ മിക്കവാറും ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ട്, പക്ഷെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് പൈസ വേണ്ടേ, എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറ്റൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള മറുപടി അദ്ദേഹം പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള, ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ റിസൾട്ട് വരുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻസിനെ ഒന്ന് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് വളരെയധികം നിർണായകമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാം, നല്ല രീതിയിലുള്ള റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഹോട്ട് ബട്ടൺ കണ്ടെത്താൻ സാധിച്ചു. ആ ഹോട്ട് ബട്ടൺ, ഈ 5 ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയാ, ആ ഒരു ഹോട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് തുല്യമാണ്. നമുക്ക് പണി വളരെ എളുപ്പമായി. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക്, ഓക്കെ, ഇനി അടുത്തൊരു പ്രോസസ്സിലേക്ക് കടക്കേണ്ടത് മറ്റൊന്നുമല്ല, ട്രാൻസ്ഫർ ദി ഫെയ്ത്ത്. അദ്ദേഹത്തിന് ഇനി നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസമാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിന്നിംഗ് ടീമിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പ്രൊഫൈൽ ഓഫ് സക്സസ്. ഈ പ്രൊഫൈൽ ഓഫ് സക്സസ് ഇല്ലാതെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആയുധം ഇല്ലാതെ യുദ്ധം ചെയ്യാൻ പോകുന്നതിന് തുല്യമാണ് പ്രൊഫൈൽ ഓഫ് സക്സസ് ഇല്ലാതെ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പലപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിൽ ഏത് ആയുധം വേണമെങ്കിൽ പുറത്തെടുക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രൊഫൈൽ ഓഫ് സക്സസ് നിങ്ങൾക്ക് ആദ്യമേ പുറത്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർ എന്ന് പറയുന്ന രീതിയിലുള്ള നിരവധി വ്യക്തികളെ നിങ്ങൾക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് വേണ്ടത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നേടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ വളരെ നന്നായി, ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് അവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോ ഒരു വ്യക്തിക്ക് ഫെയ്ത്ത്, വിശ്വാസം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന് വളരെയധികം കോൺഫിഡൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പോ ഫെയ്ത്ത് കൊടുക്കുന്നതിന്റെ റിസൾട്ടാണ് കോൺഫിഡൻസ് വരൽ എന്ന് പറയാ. അപ്പോ അദ്ദേഹത്തിനെ കോൺഫിഡന്റ് ആക്കി മാറ്റണം, അതിന് കൊടുക്കേണ്ട ഒരു ബെസ്റ്റ് ടൂളാണ് ഇത്. ആരൊക്കെ നേടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, അദ്ദേഹത്തിന്റെ പ്രൊഫഷനിലുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹം ആ ഒരു ട്രാക്കിലേക്ക് അദ്ദേഹത്തിന് ഒരു വിശ്വാസം വരുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യൂസ് മാജിക് വേർഡ്സ്. മാജിക് വേർഡ്സ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, ഒരു വ്യക്തിയെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയും. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അദ്ദേഹത്തിന്റെ അടുത്ത് പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കലാണ്. നമ്മൾ പല ആളുകളും വളരെ എക്സ്പേർട്ട് ആണ് എന്ത്, ഒരാളെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ, നിനക്കൊക്കെ വല്ലതും പറ്റുമോടാ, നീയൊക്കെ എന്ത് ദുരന്തമാടാ, അല്ലെങ്കിൽ നിനക്കൊക്കെ നമ്മളെ കൊണ്ടൊക്കെ ഇത്രയൊക്കെ പറ്റുള്ളൂ, അവര് ജനറലൈസ് ചെയ്യും ചില ആളുകൾ. നമ്മളൊക്കെ സാധാരണക്കാരാണ്, ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല, ഈ രീതിയിലൊക്കെ പല കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ നെഗറ്റീവ് സ്ട്രോക്കുകളാണ്. പക്ഷെ പോസിറ്റീവ് സ്ട്രോക്കുകൾ എന്താണ്, ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്ക് ചെയ്യാമെന്ന്, നമുക്കിത് എന്തായാലും ഗംഭീരമാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യാം. അതുപോലെ തന്നെ വി ആർ വിത്ത് യു. ഞാൻ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ വില മതിക്കുന്ന ഒരു വാക്കമാണ് ബിസിനസ് ഈസ് സിമ്പിൾ, വി ആർ വിത്ത് യു. ബിസിനസ് വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഈ ഡ്രീം അച്ചീവ് ചെയ്യല് ഇപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഞാനും നിങ്ങളും മാത്രമല്ല, ഒരു വലിയൊരു ഓർഗനൈസേഷൻ നിങ്ങളെ ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. ഇപ്പോ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു വീട് വെക്കൽ അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങല് എങ്കിൽ, അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ വീട് വെക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാറ് വാങ്ങൽ നമ്മളുടെ ടോട്ടൽ ഓർഗനൈസേഷന്റെ ഒരു ആവശ്യമാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടെ അതൊരു വലിയൊരു അഭിമാനമാണ്. വി നീഡ് യു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചില ആൾക്കാരുടെ പ്രശ്നമുണ്ട്, ഈ മറ്റൊരാളെ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്യാൻ ആർക്കാണ് ബുദ്ധിമുട്ടെന്ന് അറിയോ? ഏറ്റവും സെൽഫ് എസ്റ്റീം കുറഞ്ഞ വ്യക്തികൾക്കാണ് അത് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. അതായത് സെൽഫ് എസ്റ്റീം വളരെ കുറവാണെങ്കിൽ മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്താൽ അവൻ വലുതും ഞാൻ ചെറുതുമായി പോവുമോ, എന്നേക്കാൾ വലിയ രീതിയിൽ എന്റെ ഡൗൺലൈൻ ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചായി പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. എപ്പോഴും നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ട് ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യുക. അത് നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ പ്രോസ്പെക്റ്റിന്റെ അടുത്താണെങ്കിലും, നിങ്ങളുടെ പുതിയ ജോയിനീസിന്റെ അടുത്താണെങ്കിലും, നിങ്ങളുടെ ലീഡേഴ്സിന്റെ അടുത്താണെങ്കിലും. നിങ്ങളുടെ ടീമിൽ ഒരു ക്രൗൺ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? വി നീഡ് യു. നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി എനിക്ക് വളരെയധികം അഭിമാനമാണ് നിങ്ങളുമായിട്ടുള്ള അസോസിയേഷൻ. ഞാൻ പറയണത് ആ രീതിയിൽ മാജിക് വേർഡ്സ്, ഈ പവർ ഓഫ് മാജിക് വേർഡ്സ് എന്നുള്ളൊരു ബുക്ക് ഉണ്ട്. ഞാൻ എനിക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള, എനിക്ക് വളരെയധികം എന്താ പറയാ, എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ബുക്കാണ് പവർ ഓഫ് മാജിക് വേർഡ്സ്. അപ്പോ ഇങ്ങനെയുള്ള, ഞാൻ പറയുന്നത് ഈ മാജിക് വേർഡ്സിന് വളരെ പവർ ഉണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ അവരുടെ അടുത്ത് നാം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഫെയ്ത്ത് ട്രാൻസ്ഫർ ചെയ്തു, ദെൻ മാജിക് വേർഡ്സ് അവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്തു, ദെൻ നമ്മൾ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്? മൂവ് ടുവാർഡ്സ് ദി ഡ്രീം. മൂവ് ടുവാർഡ്സ് ദി ഡ്രീം എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് പറയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ വീണ്ടും അതിനൊന്ന് റീക്യാപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രീം, അല്ലെങ്കിൽ സപ്പോസ് ഒരു വീട് വെക്കലാവാം, അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കലാവാം, ഈ കാര്യം നടത്തിയെടുക്കാൻ വളരെയധികം ചലഞ്ചിങ് ആണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളുടെ ഈ പ്രോജക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് വേറൊരു മേഖലയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഈ പ്രോജക്റ്റ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്ത് വിജയിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഇതിലൂടെ നമുക്ക് എങ്ങനെ വിജയിക്കാം, നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ട് മാറാം എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പുതിയ വ്യക്തിയാണെങ്കിൽ ഫ്ലിപ്പ് ചാർട്ട് അവിടെ എടുക്കുക, ഒരു പോയിന്റ്. രണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അവർക്ക് അവിടെ നമ്മൾ കൊടുക്കേണ്ട പ്ലാൻ എന്ന് പറയുന്നത്, അവർക്ക് ബിസിനസ്സിൽ അടുത്ത ലെവലിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അടുത്തൊരു 90 ഡേയ്സിലേക്കുള്ള ഒരു മിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, അടുത്തൊരു 90 ദിവസത്തേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കൊടുക്കുക, അവർക്ക് ഒരു പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലീഡറുടെ അടുത്താണ് നിങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഒരു പുതിയൊരു LOB ലെഗ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അവരുടെ അടുത്ത് സംസാരിക്കാം. അവരുടെ നിലവിലുള്ള സ്ട്രക്ചർ എങ്ങനെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കാം. അപ്പോ ഈ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരിക. പുതിയ പ്രോസ്പെക്ട്, പുതിയ ഡിസ്ട്രിബ്യൂട്ടർ, അതുപോലെ തന്നെ നിങ്ങളുടെ ലീഡേഴ്സ്. ഈ 3 രീതിയിലും നമുക്ക് ഈ ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ പറയുന്നത് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ പുതിയൊരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ നമ്മുടെ ഫ്ലിപ്പ് ചാർട്ട് എടുക്കുന്നു, പ്ലാൻ പ്രസന്റ് ചെയ്യുന്നു. പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതല്ല പ്ലാൻ. ശരിക്കുള്ള പ്ലാൻ എന്താ, ആ വ്യക്തിക്ക് എന്താണോ കേൾക്കേണ്ടത് അതിനെ കുറിച്ച് പറയലാണ് നമ്മുടെ പ്ലാൻ. അപ്പോ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പറയാം, ഏറ്റവും കൂടുതൽ പൈസ നിലനിൽക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം പാസീവ് ഇൻകം ആയിരിക്കണം, റെസിജ്വൽ ഇൻകം ആയിരിക്കണം. സോ റെസിജ്വൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് റോബർട്ട് കിയോസാക്കി പറയുന്നത് അനുസരിച്ച്
നല്ലൊരു ബിഗ് ബിസിനസ് ഓണർ ആയിട്ട് മാറുക, ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് അവിടെ നിന്ന് നമുക്കിനി നല്ല രീതിയിൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികളുമായിട്ട് കണക്ട് ചെയ്യണം. അതിനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രികൾ, വെൽനസ് ഇൻഡസ്ട്രി, ഇന്റലക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്ട് സെല്ലിംഗ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റുകൾ ഡെമോ ചെയ്യുക, കാണിച്ചു കൊടുക്കുക, പ്ലാൻ പറയുക, പ്രൊഡക്റ്റുകൾ ഡെമോ ചെയ്യുക, ദെൻ ഓഫ് കോഴ്സ് അവരുടെ ബിസിനസ്സിൽ അവർക്ക് അടുത്ത ലെവലിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അവരുടെ ചില കമ്മിറ്റ്മെന്റുകൾ വാങ്ങുക. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി തരാം. ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ പരിചയപ്പെടേണ്ട കുറച്ച് ആളുകൾ. നമ്മൾ പ്രൊഫൈൽ ഓഫ് സക്സസിൽ കുറെ ആളുകളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കിലുള്ള ഏതെങ്കിലും വ്യക്തി പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ഇവന്റ് അടുത്ത ഒരു ദിവസം നിങ്ങളുടെ തൊട്ടടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമ്മൾ അവിടെ പ്രൊമോട്ട് ചെയ്യുക. ഒരു വ്യക്തിക്ക് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവമാണ്, ഏത് കോള് ഒരാളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും ഒരാളെ നേരിട്ട് മീറ്റ് ചെയ്താലാണെങ്കിലും ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുക. അടുത്ത ഫംഗ്ഷനിലേക്ക് അദ്ദേഹം വരാനുള്ള കമ്മിറ്റ്മെന്റ് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ അടുത്ത പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്തു. അദ്ദേഹം ആ പ്രോഗ്രാമിലേക്ക് എത്തി. പ്രോഗ്രാമിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഇപ്പൊ നിങ്ങൾ ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇദ്ദേഹം വരുന്ന വ്യക്തി ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മറ്റേതെങ്കിലും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അവരുമായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിന്റെ അടുത്ത് പറയാതോ ഇദ്ദേഹം ഈ ബിസിനസ്സിൽ വളരെയധികം വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എഡിഫൈ ചെയ്തിട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡോക്ടർ എന്താവും പറയുന്നുണ്ടാവുക, അതായത് ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള ഡോക്ടർ എന്താവും പറയുന്നുണ്ടായിരിക്കുക, ഓ ഗ്രേറ്റ്, നിങ്ങൾ വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് ഈ ബിസിനസ്സിൽ വളരെ വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ എന്തായാലും ഏറ്റവും ബെസ്റ്റ് ടീമിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നമ്മളെ ബാക്കപ്പ് ചെയ്യാനുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് വളരെ വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഡോക്ടർ ഇദ്ദേഹത്തിനടുത്ത് പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇപ്പൊ ഇത് ഈ ഡ്രീം ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ മാസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു ബുക്ക് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള എല്ലാ സ്കില്ലുകളും തന്നെ നോക്കുകയാണെങ്കിൽ അത് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. കുക്കിംഗ് ആണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും സംസാരമാണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. എഴുതുകയാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഈ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോ ഈ പറഞ്ഞ 8 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഒരു ഡ്രീം പകർന്നു നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് ലോകത്തിൽ ഏറ്റവും പുണ്യപ്രവൃത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒരു ഡ്രീം ബിൽഡിംഗ് മാസ്റ്റേഴ്സ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് മിറാക്കിൾ മോർണിംഗിൽ ഓരോ ദിവസവും വ്യത്യസ്തമായുള്ള ടോപ്പിക്കുകൾ കിട്ടുന്നു. നിരന്തരമായിട്ട് ഈ പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ വലിയ രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും അതിലൂടെ വലിയ രീതിയിലേക്ക് ഒരു ഗ്രോത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു, വിഷ് യു വെൽത്ത്.